നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ആരായിരിക്കാം നമ്മുടെ അതിഥി? എത്രയോ ജന്മമായി മെലഡിയുടെ അസുലഭ ഗീതം പൊഴിക്കുന്ന നമ്മുടെ സ്വന്തം ശ്രീനിവാസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീനി, നമ്മളിനി കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പോവുകയാണ്. വൈ നോട്ട് സർ? എന്തൊരു ചെറുപ്പമാണ് ശ്രീനി. അത് ഈ എന്തൊക്കെയുണ്ട് ഡൈസ്റ്റഫ് ഞാൻ പഠിച്ചതാണല്ലോ. ടെക്സ്റ്റൈൽ ഡൈസ്റ്റഫ്സാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അത് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ പ്രയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണത്. പക്ഷെ അതുകൊണ്ട് മാത്രം വരില്ല. ഇപ്പം മുഖത്തെന്തായാലും നമുക്ക് ഡൈ തേക്കാൻ പറ്റില്ല. അത് പറ്റില്ല. ദാറ്റ്സ് ലുക്ക് സോ യങ്. താങ്ക് യു സർ. ദാറ്റ്സ് ബിക്കോസ് മൈ മ്യൂസിക് ഐ തിങ്ക്. ഒരു പക്ഷേ ശ്രീനിയുടെ ശബ്ദവും അതുപോലെ തന്നെ വയസ്സാകുന്നില്ല. അങ്ങനെ ഐ ഹോപ്പ് എവറിബഡി തിങ്സ് ലൈക്ക് ദാറ്റ്. വളരെ ചെറുപ്പത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സർ. ശ്രീനി ഞങ്ങൾക്ക് വളരെ പ്രിയങ്കരനാണ്. ശ്രീനി, ചില ആൾക്കാർ പറയുന്നു ശ്രീനി തമിഴനാണ്, ചില ആൾക്കാർ പറയുന്നു മലയാളിയായ തമിഴനാണ്, ചില ആൾക്കാർ തമിഴനായ മലയാളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ശ്രീനി മലയാളി തന്നെ. അത് സന്തോഷമുള്ളൂ എനിക്ക് കേരളത്തിലേക്ക് വരുമ്പോഴേ ഉള്ളൂ ഒരു സത്യം പറഞ്ഞ ഒരു സന്തോഷം. ഒരു സംതിങ് ഹാപ്പൻസ് ടു മീ. അത് നൊസ്റ്റാൾജിയ ആയിരിക്കാം. ട്രിവാൻഡ്രത്തോ കൊച്ചിയോ വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ശ്രീനി യഥാർത്ഥത്തിൽ ഏത് ഭാഷയും തന്മയത്തോടെ കൈകാര്യം ചെയ്യുന്നൊരു ഗായകനാണ്. മലയാളം, തമിഴ്, ഹിന്ദി, അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ മറ്റ് മേഖലകൾ ഇതൊക്കെ നന്നായി, എന്താ പറയുക, യാതൊരുവിധ വിഷമവുമില്ലാതെ കൈകാര്യം ചെയ്യുന്നവരാണ്. ഐ തിങ്ക് ഞാൻ ഒരിക്കലും ഒരു മാസ്റ്റർ അല്ല. ഐ എം എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. മേ ബി അതായിരിക്കാം. ഞാൻ അത്ര സീരിയസ് ആയിട്ട് ലൈഫിന് എടുക്കാറില്ല എന്ന് തോന്നുന്നു. ഐ ട്രൈ ടു എൻജോയ് ലൈഫ്. ഒരു ഏകാഗ്രത കുറവുണ്ടോ? ഒരു കോൺസെൻട്രേഷൻ്റെ കുറവുണ്ടോ? ചെറുതായിട്ട് പോസിബിൾ. ഇടയ്ക്കിരുന്ന് ചിന്തിക്കുമോ കുറച്ചും കൂടി ആ മേഖലയിൽ ഒരു ശ്രദ്ധ ആകാമായിരുന്നു? ഇല്ല. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇപ്പോൾ ശ്രീനി നിൽക്കുന്ന ആ സ്ഥലത്ത് ശ്രീനി സന്തുഷ്ടനാണ്. വെരി ഹാപ്പി. എനിക്ക് ജീവിതം, ഈ ലൈഫ് ഹാസ് ഗിവൺ മീ മോർ ദാൻ വാട്ട് ഐ എവർ തോട്ട്. പക്ഷെ ഞാനിപ്പോൾ ശ്രീനിയുടെ ഒരു അനാട്ടമി ചെയ്യുകയാണെങ്കിൽ ശ്രീനി വേറെ എവിടെയൊക്കെ എത്തേണ്ടിരുന്ന ഒരാൾ അല്പം താഴെ നിൽക്കുകയാണ്. ഇനിയും പടികൾ കയറേണ്ടിയിരുന്നു, പടികൾ ബാക്കിയാണ്. ശ്രീനി എന്താ കയറാതിരിക്കുന്നത്? വേണ്ട. ബിക്കോസ് ഈ കൂടുതലായിപ്പോയാലല്ല, പിന്നെ യു ഗെറ്റ് ട്രാപ്ഡ് ബൈ യുവർ ഓൺ ഇമേജ്, ബൈ കമേഴ്ഷ്യൽ കമ്പൾഷൻസ്. അതൊന്നും ഇല്ലല്ലോ. ഉയരങ്ങളിലേക്ക് കയറാൻ ശ്രീനിക്ക് പേടിയാണ്? പേടിയല്ല. ഐ വോണ്ട് ടു ബി മൈസെൽഫ് ഓൾവേസ്. ചിലപ്പോൾ ഒരുപാട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യു കാൺട്ട് ബി യുവർ സെൽഫ്. ഇല്ല, ശ്രീനിയുടെ ഇപ്പോൾ പെഡിഗ്രിയിലൊന്നും മാറ്റം വരുന്നില്ല, ശ്രീനിയുടെ മൂറിങ്സിൽ മാറ്റമില്ല, ഓറിയൻറ്റേഷനിൽ മാറ്റമില്ല. കുറച്ചുകൂടി പടിയും കയറി കൂടായിരുന്നു ശ്രീനി? അല്ല, അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി അറ്റ് മൈ കോൾ എൻ്റെ ഹാപ്പിനെസ്സിലായിരിക്കും. എൻ്റെ ഹാപ്പിനെസ്സും കൂടെ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ശ്രീനി പരിപൂർണ്ണ സംതൃപ്തനാണ്? 100%. ഇൻഫാക്റ്റ് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ഇതൊക്കെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും തുടങ്ങണമെന്ന്, എന്തെങ്കിലും ചെയ്യണമെന്ന്. നോട്ട് ഇൻ മ്യൂസിക് ഇറ്റ് സെൽഫ്. ചില ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ശ്രീനിക്ക് ഈ പറഞ്ഞ ശാസ്ത്രീയ സംഗീതത്തിലെ ആ അഭ്യാസമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീനി അങ്ങ് ഉഴപ്പി. ഒരു 19-20 വയസ്സ് ആയപ്പോഴേക്കും ശ്രീനി അങ്ങ് വിട്ടു. അത് വിടാതെ അത് മുറുകെ പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ശ്രീനിക്ക് സംഗീതത്തിന് മുകളിൽ ഒരു അപാര ഗ്രിപ്പ്, ഒരു പിടുത്തം കിട്ടിയത്. മേ ബി അത്. ബട്ട് ദെൻ ഐ വോണ്ട് ഹാവ് ബീൻ ശ്രീനി. ഇനിയിപ്പം ഞാനാണത് പറഞ്ഞതെന്ന് വിചാരിച്ച് ശ്രീനിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകേണ്ട കാര്യം. എനിക്ക് ആരോടും ദേഷ്യം വരില്ല. അതുകൊണ്ട് തന്നെയോട് എനിക്ക് ഐ റിയലി ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂസും. ഐ ഹവ് ഓൾവേസ് എൻജോയ്ഡ് ഇറ്റ്. അതുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ ശ്രീനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇത് പറയാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാനീ പറഞ്ഞൊരു വാദം സമർത്ഥിക്കാൻ വേണ്ടി. അതായത് ശ്രീനി 19-ാം വയസ്സിൽ ഉപേക്ഷിച്ച
ആ ശാസ്ത്രീയ സംഗീതധാരയെ വീണ്ടും പുണരേണ്ട സമയമായിരിക്കുന്നു. വൈകിട്ടില്ല ശ്രീനി എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരാളതാ വരാൻ പോകുന്നു. ഞാൻ ശ്രീനിയടുത്ത് എനിക്ക് ഒരു കാര്യം മാത്രം ചോദിക്കാനുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് ബേസ് ഉണ്ടായെങ്കിൽ എല്ലാ സോങ്സും എല്ലാ സിസ്റ്റം ഓഫ് മ്യൂസിക്കും വളരെ എളുപ്പം പാടാൻ സാധിക്കും. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് അത്ര നന്നായിട്ട് പഠിച്ച ശ്രീനി ആഫ്റ്റർ 19 ഇയേഴ്സ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിരുന്നാൽ ആ ക്ലാസിക്കൽ മ്യൂസിക്കിൽ നല്ലതൊരു കരിയർ വന്നിരിക്കുമല്ലോ. ഈ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു മോഹമാണ്. അത് ഈ പ്രോഗ്രാമിൽ കൂടി ഞാൻ ചോദിക്കുകയാണ് ശ്രീനിയടുത്ത്. ശ്രീനി നോക്ക്, ശ്രീനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. എൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ്. ഷീസ് പത്മ നാരായണൻ, എൻ്റെ ഗുരുവാണ്, എൻ്റെ ഓൺലി ഗുരു. ഷീസ് എൻ MA ഇൻ മ്യൂസിക്. ഈ പത്മ ആൻറ്റിയാണ് ശ്രീനിക്ക് നാവിലേക്ക് ഇങ്ങനെ സംഗീതം പാടുന്നതല്ലേ? ശരിക്കും ഒരു പക്ഷേ ഈ ആൻറ്റി ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ബീൻ ഹിയർ. ഒരിക്കലും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഈ ആൻറ്റി ചെന്നൈയിലേക്ക് മാറിയത് കൊണ്ടാണ് ശ്രീനി വീണ്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കിയുള്ള, അത് കഴിഞ്ഞിട്ട് പിന്നെ കിഷോർ കുമാർ, മെഹദി ഹസൻ, സിനിമാ പാട്ട്, പിന്നെ ആരെ പറഞ്ഞ പോലെ 19-ാം വയസ്സ് കഴിഞ്ഞ് ആൻറ്റി അങ്ങ് പോയോടിയിട്ട് പിന്നെ ശ്രീനിക്ക് സംഗീതമല്ല ഭ്രമമായിരുന്നു, ഭ്രാന്തായിരുന്നു എന്നാണ് പറഞ്ഞത്. കിഷോർ കുമാർ, ഈ പറഞ്ഞ മെഹദി ഹസൻ, ഇങ്ങനെയുള്ള ഭ്രമങ്ങളുടെ പുറകെ ആണ് പിന്നെ ശ്രീനി സഞ്ചരിച്ചത്. അത് ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ ഗുഡ് ഇൻ എ വേ. എനിക്ക് ഞാൻ കൊച്ചുകാലത്തിൽ കേട്ട എൻ്റെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പഠിച്ച ആ ഒരു കർണാട്ടിക് മ്യൂസിക് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ബട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു പ്രോബ്ലി ഐ ഗോട്ട് ദറ്റ് ഫ്രീഡം ടു ലിസൺ ടു വാട്ട് എവർ ഐ വാണ്ടഡ്. ഒരു പക്ഷേ ആൻറ്റി ശ്രീനിയുടെ മുകളിലുള്ള കയ്യങ്ങ് എടുത്ത് അങ്ങ് മാറിയപ്പോഴാണ് ശ്രീനി കുറച്ചും കൂടി സ്വതന്ത്രനായത്. ശരിക്കും അത് ആൻറ്റി കേൾക്കേണ്ടതേക്കാലും. അല്ല, അവരങ്ങനെ കൺട്രോളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ പാടുമ്പോൾ അതിൻ്റെ കൂടെ പോയി എന്തെങ്കിലുമൊക്കെ വായിക്കും. ബട്ട് ഐ ഹവ് നെവർ ലേൺഡ്, ഐ ഹവ് ഓൺലി ലേൺ ഫ്രം ഹർ എ ലിറ്റിൽ ബിറ്റ്. എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പാട്ട്. ആൻറ്റി വളരെ ഈ പറഞ്ഞ പോലെ കൃത്യമായ കർക്കശക്കാരിയായിരുന്നു, അതെയോ? അങ്ങനെയല്ല, പക്ഷെ ഷീ വാസ് സോ ലേണഡ് ഇൻ മ്യൂസിക്. ഷീ ഈസ് എ ഗ്രേറ്റ് ടീച്ചർ. ഭയങ്കര ഷുവറാണ് ഇതാണ് പാടേണ്ടത്. പിടിച്ചിരുത്തി പാടിക്കും. എനിക്ക് വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ വെൻ ഐ വാസ് യങ്, കോളേജിലാണോ സ്കൂളോ കോളേജ്, നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആ തെരുവിൽ നിന്ന് ഇങ്ങനെ നടന്ന് പഴവങ്ങാടിയിലേക്ക് ബസ് പിടിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഐ എം പ്രാക്ടീസിങ് ദറ്റ് പങ്ക. സോ അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ്. അത് പഠിപ്പിച്ചപ്പോൾ വന്നില്ല. അപ്പോൾ അത് പാടിക്കൊണ്ട് പോവാണ്. ആൻറ്റി ഏതെങ്കിലും പ്രത്യേകമായ ഒരു കീർത്തനം ശ്രീനിയെ കൊണ്ട് എപ്പോഴും പഠിപ്പിക്കുമായിരുന്നു ഏതെങ്കിലും? അല്ല, ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക്. ലൈക്ക് പങ്കജലോചന, സരസി ജനാബ്, തൊടിയിൽ. പിന്നെ ഒരുപക്ഷെ ആൻറ്റിക്ക് ആ നൊസ്റ്റാൾജിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കീർത്തനം. അത് വേണോ ആൻറ്റിക്ക്? ഓക്കെ, എനിക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾ കേൾക്കണ്ടേ? ഒരു കുഴപ്പമില്ല, രണ്ടുപേരും പാടി. ഒരു രണ്ടുപേര് കീർത്തനം പാടി. രാമനാദം ഭജേഹം രാമചന്ദ്ര പൂജിതം രാമനാദം ഭജേഹം രാമചന്ദ്ര പൂജിതം. ഗൗരവമായി സംഗീതത്തെ കാണാൻ ശ്രീനി തയ്യാറാകണമെന്നുള്ളൊരു ഉപദേശം ആൻറ്റി വെച്ചിട്ടുണ്ട്. അത് കുടുംബത്തിൻ്റെ ആഗ്രഹം കൂടിയാണെന്നാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ പറയുകയാണ്. ഒരു മുഴുമിക്കാത്തൊരു ആഗ്രഹമായിട്ടത് നിൽക്കുമോ? കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു തപസ്സാണ്. ഇറ്റ് ഈസ് ലൈക്ക് പെനൻസ്. ഇത് ചുമ്മാ കുറച്ച് കീർത്തനവും കുറച്ച് കൃതിയും കുറച്ച് രാഗങ്ങളും പഠിച്ചുകൊണ്ട് നമ്മൾ കച്ചേരി നടത്തുക എന്നുള്ളതല്ല. ഇറ്റ്സ് എ ലൈഫ് ലോങ് പെനൻസ്. തിരുവനന്തപുരത്ത് ശ്രീനി ഒരുപക്ഷെ ജീവിതം നന്നായിട്ട് ആസ്വദിച്ചു. ശരിക്കും തിരുവനന്തപുരത്തെ കോളേജ് പഠനകാലത്താണ് ശ്രീനിയായത്. അതന്നെ. ഒരുപാട് സൗഹൃദങ്ങൾ, ഗായകരുമായിട്ടുള്ള വലിയൊരു ബന്ധം,
എന്താണ് ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ, ബ്ലൂ ബേർഡ്സ് ഓർക്കസ്ട്ര. പറന്നു കിടക്കായിരുന്നു ശ്രീനി. അയ്യോ ഒരിക്കലും മറക്കൂലേ ബ്ലൂ ബേർഡ്സ് ഒന്നും. ഇനി ഒരു പക്ഷേ ശ്രീനിക്ക് ഒരു വരം ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ബ്ലൂ ബേർഡ്സിലെ ഗായകനായി തിരുവനന്തപുരത്ത് ഇങ്ങനെ വിഹരിക്കണമെന്നായിരിക്കും ശ്രീനി ആഗ്രഹിക്കുക എന്ന് ശ്രീനിയുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. ശ്രീനി അത്രത്തോളം ചിയർഫുള്ളായിരുന്നു അവിടെ. എനിക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഐ വാസ് ക്രേസി. ആ പാഷൻ ഉണ്ടോയെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് മ്യൂസിക്കിനോട്. ഐ വാസ് ലൈക്ക് മാഡ് അബൌട്ട് മ്യൂസിക്. ആരൊക്കെയായിരുന്നു ശ്രീനിയുടെ കമ്പനി അന്ന് ബ്ലൂ ബേർഡ്സിൽ ഞാനുണ്ട്, വേണുണ്ട്, വേണുഗോപാൽ, ബാലഗോപാല തമ്പി എന്ന് പറഞ്ഞിട്ടൊരു വെരി ഗുഡ് സിംഗർ, അസാധ്യമായിട്ട്. പിന്നെ ചിത്രയുണ്ട്, സുജാത സ്റ്റാർ അല്ല, യു കാൻ റീച്ച് ഹർ. നോ, കൂടെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. യു കാൻ യു ലുക്ക് അറ്റ് ഹർ ലൈക്ക് സ്റ്റാർലെറ്റ് ഐസ്. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് സുദീപ്, രാജീവ് കുമാറാണ് നമ്മുടെ ഓർഗനൈസർ, TK രാജീവ് കുമാർ. ഹി യൂസ് ടു പ്ലേ ദ ഡ്രംസ്, കോങ്കോ. ഈ കമ്പനിയിൽ ഏറ്റവും കുസൃതിയുള്ള ആരായിരുന്നു? ഏറ്റവും ബിരുദൻ രാജീവായിരുന്നു. എനിക്ക് രാജീവ് എന്ന് പറഞ്ഞ ഒരു എന്തൊരു ലൈഫായിരുന്നു രാജീവിന്. രാജീവ് വാസ് ഫുൾ ഓഫ് ലൈഫ്, ഫുൾ ഓഫ് ഹ്യൂമർ. അങ്ങനെ ഒരു രാജീവ് പിന്നീട് പിന്നെ അല്ല ഒരുപാട് കാലം അതൊക്കെ ഉണ്ടായിരുന്നു. നൗ ഓഫ് കോഴ്സ് ലിറ്റിൽ ബിറ്റ് സൈലന്റ്. ശ്രീനിനെ കുരുത്തക്കേടൊക്കെ പഠിപ്പിച്ചാരാണ്? ഏതാ ശ്രീനിനെ കുരുത്തക്കേട്? അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ ചെയ്യുന്നത് അതൊക്കെ. ആരെങ്കിലും പഠിപ്പിക്കണോ? ഇത് ചോദിച്ചാൽ അറിയാം. ഇറ്റ്സ് എ ഗാങ് തിങ് അല്ലേ? ഈ ഗാങ്ങിന്റെ ഏറ്റവും വലിയ കുരുത്തക്കേട് ഏതായിരുന്നു? അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എഡ്യൂക്കേഷണൽ ടൂർ ഗോവയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഒരു 1 സിപ്പ് ഓഫ് ബിയർ എവിടെയെങ്കിലും കുടിക്കുക, അത്രേ ഉള്ളൂ. ബിയർ അല്ലല്ലോ അന്ന് കഴിച്ചോണ്ടിരുന്നു. ഫെനിയാണോ? ശ്രീനി കള്ളം പറഞ്ഞു തുടങ്ങി. കുഴപ്പമില്ല, ഞാൻ അവിടെ നിർത്തുക. എനിക്ക് അവിടെ നിർത്തുക. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ